ഇന്നത്തെ വീഡിയോയിൽ 7ാം ക്ലാസ്സിലെ ദ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻസായി രേഖപ്പെടുത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. Activity 1. These are some of the events that are described in the story. Read them carefully. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റോറിയിലെ ചില ഈവൻസ് ആണ്, സംഭവങ്ങളാണ്. അത് ശ്രദ്ധാപൂർവം വായിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. തന്റെ കാണാതെ പോയ ടീഷർട്ടും ഫുട്ബോളും റിക്കി സെർച്ച് ചെയ്യുന്നു, തിരയുന്നു. റിക്കീസ് പേരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പേരൻസ് ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കുന്നു. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. റിക്കി ബട്ട്ലർ റോബോട്ടിനെ സംബന്ധിച്ച് പേരൻസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു. റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോർസ് ടു ഡു അറൌണ്ട് ദ ഹൗസ്. റിക്കിയുടെ അമ്മ അവന് ചെയ്യാനായിട്ട് വീട്ടുജോലികൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. റിക്കി അവന്റെ പൊസഷൻസ്, അവന്റെ വസ്തുവകകൾ ശ്രദ്ധാപൂർവം ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുന്നു. റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കി ഒരു തീരുമാനമെടുക്കുന്നു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറാനുള്ള, അതായത് അവന്റെ വസ്തുവകകളൊക്കെ അതിന്റെ പൂർണ്ണതയിൽ ഉപയോഗിക്കുന്ന ഒരു കുട്ടിയായിട്ട് മാറാൻ തീരുമാനിക്കുന്നു. റിക്കി വേക്കപ്സ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അപ്പോൾ റിക്കി രാവിലെ എണീക്കുമ്പോൾ അവന്റെ മുറി വളരെ ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് കാണപ്പെടുന്നു. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൌണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. ബട്ട്ലർ റോബോട്ടിനെ സ്പൈ ചെയ്യാൻ വേണ്ടി അതിനെ ഫോളോ ചെയ്യുകയാണ് റിക്കി വീടിന് ചുറ്റും. ഓക്കെ, സ്പൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാരപ്പണി നടത്തുക എന്നാണ്. അതായത് ഒരാൾ അറിയാതെ അയാളുടെ പ്രവൃത്തികളെ നമ്മൾ നിരീക്ഷിക്കുന്നതിനെയാണ് സ്പൈ ചെയ്യുക എന്ന് പറയുന്നത്. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. റിക്കി ബട്ട്ലർ റോബോട്ടിനെ കൈയോടെ പിടികൂടുന്നു. റെഡ് ഹാൻഡഡ് എന്ന് കൊടുത്തിരിക്കുന്നത് ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയോടെ പിടികൂടുക എന്നാണ്. ഓക്കെ, റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. താൻ എൻ്റെ വസ്തുക്കളെ എങ്ങനെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ട്രീറ്റ് ചെയ്തത് എന്ന് ഓർത്തിട്ട് റിക്കിക്ക് നാണം തോന്നി. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേയധികം ഈവൻസ് നമ്മൾ കണ്ടു, നമുക്ക് കഥയും അറിയാം. അപ്പൊ എന്താണ് കഥയും ഈ കൊടുത്തിരിക്കുന്ന ഈവൻസുമായിട്ടുള്ള ബന്ധം? കഥയിലെ ഈവൻസ് തന്നെയാണല്ലേ, പക്ഷേ ഓർഡർ എങ്ങനെയാണ് തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം വരേണ്ടത് അവസാനവും അവസാനം വരുന്നത് ആദ്യവും, അങ്ങനെ മധ്യഭാഗത്തിലൊക്കെ ആയിട്ട് മാറ്റിയും മറിച്ചുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. നോക്കൂ, അറേഞ്ച് ദി ഈവൻസ് ഇൻ ഓർഡർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഈവൻസിനെ എല്ലാം അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറിൽ, പ്രോപ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഒരെണ്ണം നമുക്ക് വേണ്ടി ഇവിടെ തന്നിട്ടുണ്ട്. ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്തു എന്നതാണ് അവർ ആദ്യം കൊടുത്തിരിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്കറിയാം, നമ്മൾ കഥ വായിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, ആദ്യം എന്താണ് സംഭവിക്കുന്നത്, അമ്മ വീട്ടുജോലികളൊക്കെ റിക്കിനെ ചെയ്യാൻ ഏർപ്പാടാക്കുന്നതാണ് വരുന്നത് അല്ലേ. അതിനുശേഷമേ എന്തുള്ളൂ, റോബോട്ടിനെ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കഥ അനുസരിച്ച് നമുക്ക് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് വരേണ്ടത് ഏതാണ്? റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോർസ് ടു ഡു അറൌണ്ട് ദ ഹൗസ്. റിക്കിക്ക് ചെയ്യാനായിട്ട് വീട്ടുജോലികൾ അമ്മ ഏൽപ്പിച്ചു കൊടുത്തു എന്നത് വേണം നമ്മൾ ആദ്യം എഴുതാൻ. സെക്കൻഡ് വൺ, റിക്കീസ് പേരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. തേർഡ് വൺ, റിക്കി വേക്കപ്സ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. Fourth, Ricky searches for his missing t-shirt and football. 5. Ricky follows the butler robot around the house to spy on it. 6. Ricky catches the butler robot red-handed. 7. Ricky complains to his parents about the butler robot. 8. Ricky becomes ashamed of how he treated his belongings. 9. Ricky starts taking better care of his possessions. 10. റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഇപ്പോൾ ഓർഡർ ആയല്ലേ അല്ലേ, നമ്മുടെ കറക്റ്റ് സ്റ്റോറിയിലെ ഈവൻസിന്റെ ഓർഡറിൽ തന്നെ നമുക്ക് ഈ ഈവൻസിനെയും അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു. നൗ റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദി ഈവൻസ് ഡിസ്ക്രൈബ്ഡ് എബൌട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈവൻസിനെ ബേസ് ചെയ്ത് നമ്മളോട് ഒരു പാരഗ്രാഫ്, ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ അത് നമ്മുടെ കഥയുടെ സ്റ്റോറിയുടെ ഒരു സമ്മറി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. റിക്കി വാസ് എ ലേസി ബോയ് ഓഫ് 11 years. 11 വയസ്സുള്ള ഒരു മടിയനായ കുട്ടിയായിരുന്നു റിക്കി. ഹിസ് മദർ വുഡ് ഗീവ് ഹിം ചോർസ് ടു ഡു. അവന്റെ അമ്മ അവന് ചെയ്യാനായിട്ട് വീട്ടുജോലികളൊക്കെ നൽകും. ബട്ട് ഹി നെവർ ഡിഡ് എനി ഓഫ് ദം. പക്ഷെ അവൻ ഒരിക്കലും ഒന്നും ചെയ്യുകയില്ലായിരുന്നു.
ഹി ഗീവ് നോ വാല്യൂ ടു ഹിസ് തിങ്സ്. അവൻ അവന്റെ സാധനങ്ങൾക്ക് ഒരു വിലയും നൽകാറില്ലായിരുന്നു. ഹി യൂസ് ടു ത്രോ ഹിസ് തിങ്സ് ഹിയർ ആൻഡ് ദിയർ. അവന്റെ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ വലിച്ചിടുകയായിരുന്നു അവന്റെ പതിവ്. Meanwhile, Ricky's parents purchased a butler robot. അങ്ങനെ ഇരിക്കെ റിക്കിയുടെ പേരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിക്കുന്നു. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഡു ദ ചോസ്. അത് വീട്ടുജോലികൾ ചെയ്യാൻ ആരംഭിക്കുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് റിക്കി woke up to see his room perfectly clean and tidy. അങ്ങനെ റോബോട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ റിക്കി എണീറ്റ് നോക്കുമ്പോൾ അവന്റെ മുറി വളരെ എക്സ്ട്രീംലി ടൈഡി ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഹി കുഡിൻ ഫൈൻഡ് ഹിസ് ടീഷർട്ട്സ് ആൻഡ് ഫുട്ബോൾ. പക്ഷെ അവൻ അവന്റെ ടീഷർട്ട്സും അതുപോലെ തന്നെ ഫുട്ബോളും ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഹി സെർച്ച്ഡ് എവ്രിവെയർ യെറ്റ് കുഡിൻ ഫൈൻഡ് എനിത്തിങ്. അപ്പൊ ഈ സാധനങ്ങൾ എവിടെ പോയെന്ന് ഇവൻ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും അവനത് കണ്ടെത്താൻ കഴിയുന്നില്ല. ദ സെയിം റിപ്പീറ്റഡ് ഓൺ ദ നെക്സ്റ്റ് ഡേയ്സ് ആസ് വെൽ. അപ്പൊ ഇതേ കാര്യം തന്നെ, അതായത് സാധനങ്ങൾ മിസ്സാവുന്നത് വീണ്ടും പല ദിവസങ്ങളിൽ ആവർത്തിച്ചു. റിക്കി ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ദ റോബോട്ട് ഹു സ്റ്റീൽസ് ഹിസ് തിങ്സ്. അങ്ങനെ ഇരിക്കെ റിക്കിക്ക് തോന്നി, എന്താണ്, റിക്കി വിശ്വസിച്ച ഒരു കാര്യം എന്താണ്, റോബോട്ടാണ് തന്റെ സാധനങ്ങൾ ഇങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് റിക്കി വിശ്വസിച്ചു. സോ ഹി ഫോളോഡ് ദ റോബോട്ട് ടു സ്പൈ ഓൺ ഇറ്റ്. അങ്ങനെ റിക്കി റോബോട്ടിനെ സ്പൈ ചെയ്യാൻ തുടങ്ങി. എന്താണ്, റോബോട്ടിനെ ഫോളോ ചെയ്ത് അതെന്താണ് ചെയ്യുന്നത് നോക്കാൻ തുടങ്ങി. ഹി ദെൻ കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അതിനെ കൈയോടെ പിടികൂടി. ഹി സ്റ്റാർട്ടഡ് ടു കംപ്ലൈൻ ടു ഹിസ് പേരൻസ് അബൌട്ട് ദ റോബോട്ട്. അപ്പൊ റോബോട്ട് ഇങ്ങനെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എന്ന് റിക്കി പേരൻസിനോട് കംപ്ലൈന്റ് ചെയ്തു തുടങ്ങി. ബട്ട് ദേ ഡിഡിൻ മൈൻഡ്. പക്ഷേ അവരത് ശ്രദ്ധിച്ചില്ല. വൺ ഡേ ദ റോബോട്ട് ഹാപ്പൻ ടു ഹിയർ റിക്കീസ് കംപ്ലൈൻറ്റ്സ്. ഒരു ദിവസം റിക്കിയുടെ കംപ്ലൈൻറ്റ്സ് റോബോട്ട് തന്നെ കേട്ടു. അപ്പോൾ എന്താണ് റോബോട്ട് ചെയ്തത്? ദെൻ ഇറ്റ് കെയിം ബാക്ക് വിത്ത് റിക്കീസ് ലോസ്റ്റ് ബിലോങ്ങിങ്സ്. അപ്പോൾ റിക്കിയുടെ കാണാതെ പോയ സാധനങ്ങളുമായിട്ട് റോബോട്ട് റിക്കിയുടെ അടുത്തേക്ക് വന്നു. ഇറ്റ് ഹാഡ് കെപ്റ്റ് ദം ഇൻ ദ സ്റ്റോർ റൂം ടു ഡൊണേറ്റ് ടു ദ പുവർ. അതായത് പാവപ്പെട്ട മനുഷ്യർക്ക് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു സ്റ്റോർ റൂമിൽ റിക്കിയുടെ ഈ പറയുന്ന സാധനങ്ങളെല്ലാം. ഹി ബിക്കെയിം അഷെയിംഡ് ഓഫ് ദ വേ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പോൾ റോബോട്ടിന്റെ പ്രവൃത്തി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റിക്കിക്ക് താൻ എങ്ങനെയാണ് വസ്തുക്കളെ സൂക്ഷിച്ചിരുന്നത്, ഉപയോഗിച്ചിരുന്നതെന്ന് ഓർത്ത് നാണക്കേട് തോന്നി. ആഫ്റ്റർ ദി ഇൻസിഡന്റ് ഹി സ്റ്റാർട്ടഡ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പൊസിഷൻസ്. ഈ സംഭവത്തിന് ശേഷം റിക്കി അവന്റെ വസ്തുക്കളൊക്കെ വളരെയധികം ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചു. ഹി ഈവൻ ബിക്കെയിം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അവനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് തന്നെ മാറി, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കഥയുടെ സമ്മറി തന്നെ. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. We saw a change in Ricky's behavior at the end. Write them below. അപ്പോൾ നമ്മൾ കഥയുടെ അവസാനം റിക്കിയുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലൊരു മാറ്റം കണ്ടു, അല്ലെ? തുടക്കത്തിലുണ്ടായിരുന്ന റിക്കിയാണ് അവസാനമുള്ളത്? അല്ല, റിക്കിയുടെ സ്വഭാവം ഒത്തിരി മാറ്റം വന്നു. റിക്കി ആ ഒരു ഇൻസിഡന്റോട് കൂടെ ഒത്തിരി അധികം മാറി. അപ്പോൾ ആ മാറ്റങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ബിഫോർ, ആഫ്റ്റർ എന്ന് പറഞ്ഞ 2 കോളംസ് തന്നിട്ടുണ്ട്, അതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബിഫോർ റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. അപ്പൊ മുൻപ് റിക്കി എങ്ങനെയായിരുന്നു? വളരെ മെസ്സി ആയിരുന്നു, കെയർലെസ് ആയിരുന്നു. തന്റെ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടുന്ന ഒരു വ്യക്തിയായിരുന്നു. ആഫ്റ്റർ റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കി തന്റെ വസ്തുവകകളൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധയോടെ ഉപയോഗിക്കുന്ന ഒരാളായിട്ട് പിന്നീട് മാറി. ഓക്കെ, അപ്പൊ ഇതുപോലെ നമ്മളോട് കൂടുതൽ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബിഫോർ റിക്കി ഫൗണ്ട് ഫോൾട്ട് വിത്ത് അതേഴ്സ്. മുൻപ് റിക്കി എന്താണ് ചെയ്തിരുന്നത്? മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കുകയായിരുന്നു, അല്ലെ? റോബോട്ടിനാണ് കുറ്റം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അച്ഛൻ്റെ അടുത്ത് കംപ്ലൈന്റ് പറയുകയായിരുന്നു, അല്ലെ? പിന്നീടോ ആഫ്റ്റർ റിക്കി സ്റ്റാർട്ടഡ് ടു റിഫ്ലക്ട് ഓൺ ഹിസ് ഓൺ ഫോൾട്ട്സ്. റിക്കി സ്വയം തെറ്റുകൾ എന്താണ് മനസ്സിലാക്കാൻ തുടങ്ങി. ഏത്? ഈ സംഭവത്തിന് ശേഷം. ബിഫോർ റിക്കി ഡിഡിൻ ഗീവ് എനി വാല്യൂ ഫോർ ഹിസ് തിങ്സ്. റിക്കി മുൻപ് തന്റെ വസ്തുക്കൾക്ക് ഒരു വിലയും നൽകിയിരുന്നില്ല. ആഫ്റ്റർ റിക്കി ബിഗാൻ ടു വാല്യൂ തിങ്സ്. ആഫ്റ്റർ റിക്കി എന്ത് ചെയ്തു? തന്റെ വസ്തുക്കൾക്ക് വില കൽപ്പിക്കാൻ തുടങ്ങി. ബിഫോർ റിക്കി നെവർ തോട്ട് ഓഫ് ദ പുവർ. മുൻപ് റിക്കി പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആഫ്റ്റർ റിക്കി സ്റ്റാർട്ടഡ് ഹെൽപ്പിംഗ് ദ പുവർ. റിക്കി പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ തുടങ്ങി. ബിഫോർ റിക്കി യൂസ് ടു കളക്ട് തിങ്സ് ബിയോണ്ട് ഹിസ് നീഡ്സ്. അപ്പൊ മുൻപ് റിക്കി അവന്റെ ആവശ്യത്തിലും അധികമായിട്ട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുമായിരുന്നു. ആഫ്റ്റർ റിക്കി ബിഗാൻ ടു ഷെയർ ദി എക്സ്ട്രാ ഐറ്റംസ് ഹി ഹാസ്. അപ്പോൾ പിന്നീട് റിക്കി അവനുണ്ടായിരുന്ന എക്സ്ട്രാ ഐറ്റം എല്ലാം, കൂടുതലായിട്ടുള്ള സാധനങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിസ്റ്റ് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് റിക്കിയുടെ ബിഹേവിയറിൽ, സ്വഭാവത്തിൽ വന്നതെന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ആക്ടിവിറ്റി.
റിക്കി ടെൽസ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട് റോബിൻ അബൌട്ട് ദ റോബോട്ട് ദാറ്റ് ഹിസ് ഫാദർ ബോട്ട്. അപ്പോൾ റിക്കി തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിനോട് അച്ഛൻ ഇങ്ങനെ ഒരു റോബോട്ടിനെ വാങ്ങിച്ച കാര്യം പറയുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ റിക്കിയും റോബിനും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എഴുതി നോക്കാം. റിക്കി, ഹേയ്, യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻഡ്. മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. ഹേയ്, നീ വിശ്വസിക്കില്ല എന്താണ് സംഭവിച്ചതെന്ന്. എൻ്റെ അച്ഛൻ ഒരു റോബോട്ടിനെ വാങ്ങിച്ചു. റോബിൻ, റിയലി? ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് വൺ. സത്യമായിട്ടും? ഓ, ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു റോബോട്ടിനെ വാങ്ങണമെന്ന്. റിക്കി, ബട്ട് ഐ തിങ്ക് ദ റോബോട്ട് ഹാസ് സം ഫോൾട്ട്. റിക്കി പറയുകയാണ്, എനിക്ക് തോന്നുന്നത് പക്ഷേ റോബോട്ടിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഫോൾട്ട് ഉണ്ട്, എറർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റോബിൻ, വാട്ട് മെയ്ഡ് യു തിങ്ക് സോ? എന്താണ് നിന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്? റിക്കി, ദ റോബോട്ട് സ്റ്റീൽസ് മൈ തിങ്സ്, ഐ ക്യാൻ ഫൈൻഡ് മൈ തിങ്സ്. റോബോട്ട് എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, എനിക്ക് എൻ്റെ സാധനങ്ങൾ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ റോബിൻ ചോദിക്കുകയാണ്, ഐ ഡോണ്ട് തിങ്ക് എ റോബോട്ട് വുഡ് ഡു ദാറ്റ്. അപ്പോൾ റോബിൻ പറയുന്ന റിപ്ലൈ നോക്കുക, എന്താണ്? ഒരു റോബോട്ട് അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിക്കി ചോദിക്കുന്നു, സോ യു ഡോണ്ട് ബിലീവ് മീ ഈദർ. അപ്പോൾ നീയും എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് റിക്കി ചോദിക്കുന്നു. റോബിൻ, ബട്ട് വൈ ഡസ് റോബോട്ട് നീഡ് യുവർ തിങ്സ്? പക്ഷെ എന്തിനാണ് ഒരു റോബോട്ടിന് നിന്റെ സാധനങ്ങൾ? അതാണ് റോബിൻ ചോദിക്കുന്നത്. റിക്കി, ഐ ഡോണ്ട് നോ ബട്ട് ഇറ്റ് ഈസ് ദ കൾപ്രിറ്റ്. എനിക്കറിയില്ല, പക്ഷേ ഇത് തന്നെയാണ് കുറ്റക്കാരനെന്ന് റിക്കി തറപ്പിച്ച് പറയുകയാണ്. റോബിൻ, വി നീഡ് ടു കളക്ട് എവിഡൻസ് ദെൻ. അങ്ങനെയാണെങ്കിൽ റോബിൻ പറയുകയാണ്, നമുക്ക് എന്ത് വേണം? നമുക്ക് എവിഡൻസ് കളക്ട് ചെയ്യണം. എവിഡൻസ് എന്ന് പറയുമ്പോൾ തെളിവ് കണ്ടെത്തണം. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം. റിക്കി, താങ്ക് യു സോ മച്ച് റോബിൻ. റോബിനോട് നന്ദി പറയുകയാണ്. അപ്പോൾ ആ ഇൻസിഡന്റിന് മുൻപ് അവരുടെ ഇടയിൽ ഉണ്ടാകാൻ ഇടയുള്ള ഒരു കോൺവെർസേഷൻ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ റിക്കിയുടെയും റോബിന്റെയും കോൺവെർസേഷൻ എഴുതിയത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവത്തിന് ശേഷം റിക്കിയ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നതിന് ശേഷം മൊത്തം കാര്യങ്ങൾ പറയുന്ന രീതിയിൽ വേണമെങ്കിലും എഴുതാം. അതൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഓക്കെ, ഫോർത്ത് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. Ricky, I don't think so. He is doing more harm than good. Father, you are wrong, Ricky. You don't understand how a robot works. Ricky, I can't agree with you. A robot will be a big problem if it is not properly programmed. നമ്മൾ കണ്ടതാണല്ലേ, നമ്മുടെ പാഠത്തിലുണ്ടായിരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത്. റിക്കിയും അച്ഛനുമായിട്ട് റോബോട്ടിനെ സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ തർക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രീമെന്റ്. അപ്പൊ നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുകളിൽ കൊടുത്ത ഈ പാസേജിൽ നിന്നും ഡിസഗ്രീമെന്റ് കാണിക്കുന്ന എക്സ്പ്രഷൻസ്, അതായത് ഡിസഗ്രി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സെന്റൻസുകളും ഫ്രേസുകളും ഒക്കെ എടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഡിസഗ്രീമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഗ്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തെ അംഗീകരിക്കുക. ഒരാൾ പറയുന്നതിനെ അംഗീകരിക്കുക ഒക്കെയാണ് എഗ്രി ചെയ്യുക എന്ന് പറയുമ്പോൾ. ഡിസഗ്രി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നതിനെ അംഗീകരിക്കാതെ ഇരിക്കുക. അപ്പൊ ഇവിടെ അച്ഛൻ പറയുന്നതിനെ, റോബോട്ടിനെ കുറിച്ച് അച്ഛൻ പറയുന്നതിനെ നമ്മുടെ റിക്കി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ അച്ഛൻ പറയുന്ന കാര്യങ്ങളെ റിക്കി അംഗീകരിക്കുന്നില്ല, ഡിസഗ്രി ചെയ്യുകയാണ്. അങ്ങനെ ഡിസഗ്രി ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വേർഡ്സ്, ഫ്രേസസ്, സെന്റൻസ് ആണ് റിക്കി ഉപയോഗിച്ചിട്ടുള്ളത്? അതാണ് മൊത്തത്തിൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മളോട് എടുത്തെഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഐ ഡോണ്ട് തിങ്ക് സോ. കണ്ടോ, അവിടെ ആദ്യം റിക്കി പറയുന്നത് കണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പൊ അച്ഛൻ ഒരു കാര്യം പറഞ്ഞപ്പോ, അതായത് ഈ പറയുന്ന റോബോട്ട് ഒരു വണ്ടർഫുൾ ഡിവൈസ് ആണെന്ന് പറഞ്ഞപ്പോൾ റിക്കി അതിനെ എതിർത്ത് പറഞ്ഞതാണ് ഐ ഡോണ്ട് തിങ്ക് സോ, എനിക്കങ്ങനെ തോന്നുന്നില്ല. ദെൻ യു ആർ റോങ് റിക്കി. അപ്പോ റിക്കിയുടെ അഭിപ്രായത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞതാണെന്ത്? യു ആർ റോങ് റിക്കി. റിക്കി, നീ പറഞ്ഞത് ശരിയല്ല. നോക്കൂ, ഐ ക്യാൻ എഗ്രി വിത്ത് യു. അടുത്ത ഒരു സെന്റൻസ് കണ്ടോ, റിക്കി പറയുന്നത് അച്ഛൻ പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? നമുക്കൊരു കാര്യം ഒരാൾ പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ എങ്ങനെ പറയുന്നു, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. അതെടുത്ത് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് നോക്കാം. Now let's find out what Adul and Anju have to say about robots. അതുലും അഞ്ജുവും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ കോൺവെർസേഷനിൽ റോബോട്ട്സിനെ കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം അവർക്ക് എന്താണ് റോബോട്ട്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന്. അതുൽ, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം. റോബോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള കണ്ടുപിടുത്തമാണെന്നാണ് അതുലിന്റെ അഭിപ്രായം.
ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കനോട്ട്. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത ഒത്തിരിയധികം കാര്യങ്ങൾ റോബോട്ടിന് ചെയ്യാമെന്നാണ് അതുലിന്റെ അഭിപ്രായം. അഞ്ജു, യെസ് അതുൽ, ഐ എഗ്രി, ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ് ബട്ട് ദർ ആർ സം ഡൗൺ സൈഡ്സ് ടു ദം ടു. അപ്പൊ ഇവിടെ നോക്കിക്കേ, അതുല് പറഞ്ഞ ഒപ്പീനിയനെ അംഗീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ വാചകം പറയുന്നത്. അഞ്ജു എന്താണ് പറഞ്ഞത്? യെസ് അതുൽ, ഐ എഗ്രി. അതെ അതുൽ, ഞാൻ സമ്മതിക്കുന്നു. എന്താണ്, റോബോട്ടിന് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ എന്താണ്, ഡൗൺ സൈഡ്സ് കൂടിയുണ്ട്, എന്ന് വെച്ചാൽ പോരായ്മകൾ കൂടിയുണ്ട് എന്നാണ്, അല്ലെങ്കിൽ ദോഷവശങ്ങൾ കൂടി ഉണ്ടെന്നാണ് അഞ്ജു പറയുന്നത്. അതുൽ, ഐ ടോട്ടലി ഗെറ്റ് ദാറ്റ്, ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ ഗെറ്റ് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി അഡ്വാൻറ്റേജസ് ഫസ്റ്റ്. എന്തായാലും നമുക്ക് ആദ്യം അതിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റി, അതായത് അതിന്റെ മേന്മ, അതിന്റെ മെച്ചങ്ങളെ പറ്റി സംസാരിക്കാം. എന്തിന്റെ? റോബോട്ട്സിന്റെ. റോബോട്ട്സ് ക്യാൻ വർക്ക് 24/7 വിതൗട്ട് ഗെറ്റിംഗ് ടയർഡ്. റോബോട്ട്സിന്റെ വലിയൊരു മെച്ചം എന്ന് പറയുന്നത് എന്താണ്? ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറും ഒരു മടുപ്പും കൂടാതെ വർക്ക് ചെയ്യാൻ റോബോട്ട്സിന് സാധിക്കും. റെസ്റ്റ് ഒന്നും ഇല്ലാതെ വേണമെങ്കിലും ചെയ്യാൻ റോബോട്ട്സിന് സാധിക്കും. അഞ്ജു, യാ ദാറ്റ്സ് ട്രൂ. അതെ, അത് ശരിയാണ്. They can be like super helpers, especially in factories where they can make things faster. അപ്പൊ ഈ റോബോട്ട്സ് ഒരു സൂപ്പർ ഹെൽപ്പേഴ്സ്, ഭയങ്കര സഹായമാണ് നമ്മളെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് എവിടെയാണ്? ഫാക്ടറീസിലൊക്കെ പ്രവൃത്തികളൊക്കെ കൂടുതൽ വേഗത്തിലാക്കാനൊക്കെ അവർ നമ്മളെ നന്നായി സഹായിക്കും. അതുൽ, exactly, and they can go to places that are too dangerous for people like the deep sea or outer space. അപ്പൊ അതിൽ പറയുകയാണ്, അതെ എക്സാക്ട്ലി, തീർച്ചയായിട്ടും അതെ. അതുകൂടാതെ മനുഷ്യർക്ക് ചെന്നെത്തിപ്പെടാൻ ആപത്കരമായ, അല്ലെങ്കിൽ മനുഷ്യർ ചെന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും പഠനത്തിനൊക്കെ പോകാൻ നമ്മുടെ റോബോട്ട്സിന് സാധിക്കുമെന്നാണ് പറയുന്നത്. ഡീപ് സീ, ആഴക്കടലും അതുപോലെ തന്നെ ബഹിരാകാശത്തും ഒക്കെ നമ്മുടെ റോബോട്ട്സിനെ അയക്കാൻ, പഠനത്തിന് വേണ്ടി അയക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ അതുല് പറഞ്ഞു വയ്ക്കുന്നത്. നോക്കാം ഇനി എന്താണ് അഞ്ജു പറയുന്നത്. ഐ സീ യുവർ പോയിന്റ്, ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ. അപ്പോ അഞ്ജു ചോദിക്കുകയാണ്, പക്ഷേ നീ പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ പറയുന്ന പോയിന്റ് കാണുന്നുണ്ട്, ഞാനത് സമ്മതിക്കുന്നു, പക്ഷേ മനുഷ്യരുടെ ജോലികളൊക്കെ റോബോട്ട് തട്ടിയെടുക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുൽ, യു ഹാവ് എ ഗുഡ് പോയിന്റ് ദെയർ. അതുൽ പറയുന്നു, ശരിയാണ്, നീ പറഞ്ഞ നിനക്കൊരു ഗുഡ് പോയിന്റ് എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ദാറ്റ് ക്യാൻ ബി എ ഡിസഡ്വാൻറ്റേജ്. അത് തീർച്ചയായും ഒരു പോരായ്മ തന്നെയാണ്. ബട്ട് ദേ ക്യാൻ ഓൾസോ ക്രിയേറ്റ് ന്യൂ ജോബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് റോബോട്ടിക്സ്. എന്ന് വെച്ചാലും അവർ ആ റോബോട്ടിക്സ് ഫീൽഡിൽ കുറേ അധികം ജോലി അവസരങ്ങൾ അപ്പോൾ ഉണ്ടാക്കി തരുമെന്നാണ് അതുൽ പറയുന്നത്. അഞ്ജു, ദാറ്റ്സ് ട്രൂ, അത് ശരിയാണ്. ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. പക്ഷെ എല്ലാവർക്കും റോബോട്ടിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയുക എന്നാണ്. അപ്പോൾ നമുക്കൊരു എന്തുകൊണ്ടാണ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ എല്ലാവർക്കും പറ്റാത്ത റോബോട്ട്സിനെ? റോബോട്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. എന്ന് വെച്ചാൽ വളരെയധികം പണച്ചിലവുണ്ട് റോബോട്ടിനെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ. ഒരുപാട് പണച്ചിലവുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും പറ്റുകയില്ല എന്നാണ് അഞ്ജു പറയുന്നത്. അതുൽ, ഐ അഗ്രി, കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം, ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെന്റ്ലി ഏബിൾഡ് പീപ്പിൾ. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, കോസ്റ്റ്, ചിലവ് വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഭിന്നശേഷിക്കാരായുള്ള ആളുകളെ ഒക്കെ സംബന്ധിച്ച് റോബോട്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അഞ്ജു പറയുന്നു, യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. ശരിയാണ്, അത് വലിയൊരു മേന്മയാണ്, മെച്ചമാണ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലൈഫ്സ് ഇൻ മെനി വേസ്. ജീവിതത്തിന്റെ പല രീതിയിൽ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ റോബോട്ട്സിന് സാധിക്കും. The sentences above show agreement and disagreement. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അച്ഛനും മകനും തമ്മിലുള്ള കോൺവെർസേഷൻ, റിക്കിയും ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനിലെ പോലെ തന്നെ ഇവിടെയും എഗ്രിമെന്റും ഡിസഗ്രിമെന്റുമാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പോൾ അതിലൊരു കാര്യം പറയുന്നു, ചില സമയത്ത് അഞ്ജു അത് എഗ്രി ചെയ്യുന്നുണ്ട്, ചില സമയത്ത് അതിനെ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവർ ചില എക്സ്പ്രഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുമുണ്ട്, അല്ലെ? നമ്മൾ കണ്ടു ഐ സീ യുവർ പോയിന്റ്, അല്ലെങ്കിൽ ദാറ്റ്സ് ട്രൂ. ഇതൊക്കെ അവര് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്, അല്ലെ? ഇനി നോക്കാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. റൈറ്റ് ദി സെന്റൻസസ് വിച്ച് എക്സ്പ്രസ് എഗ്രിമെന്റ് ആൻഡ് ഡിസഗ്രിമെന്റ് ഇൻ ദ ബോക്സ് ബിലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഗ്രിമെന്റ് കാണിക്കുന്നതും ഡിസഗ്രിമെന്റ് കാണിക്കുന്നതുമായ സെന്റൻസുകൾ നമ്മളോട് 2 കോളമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, എഗ്രിമെന്റ് കാണിക്കുന്ന എഴുതാം. ഐ അഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്.
I totally get that. Yeah, that's true. Exactly. I see your point. You have a good point there. That's true. Yeah, that's a great advantage. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എക്സ്പ്രഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. കംപ്ലീറ്റ് സെന്റൻസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം. ഓക്കെ, അപ്പൊ ആ എക്സ്പ്രഷൻസിനോട് ചേർന്ന് ആ കംപ്ലീറ്റ് സെന്റൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാം. ഡിസഗ്രിമെന്റ് നോക്കാം. ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. ബട്ട് വാട്ട് അബൌട്ട് റോബോട്ട്സ് ടേക്കിംഗ് ജോബ്സ് അവേ ഫ്രം പീപ്പിൾ? ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. ഇതൊക്കെ ഡിസഗ്രി ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താണ് സെന്റൻസുകളാണ്. എഗ്രിമെന്റ്, ഡിസഗ്രിമെന്റ് അതിനുള്ള എക്സ്പ്രഷൻസ് ആണ്. ആ എക്സ്പ്രഷൻസിനോട് ചേർത്ത് ചിലതിലൊക്കെ എന്താ ഒരു സെന്റൻസ് കൂടിയുണ്ട്. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ അതുകൂടി ചേർത്ത് ടെക്സ്റ്റ് ബുക്ക് നോക്കി എഴുതണം കേട്ടോ. ഇനി നോക്കാം ആക്ടിവിറ്റി 5. Let us conduct a debate in the class on we cannot live without mobile phones. Form 2 groups. Group A can support the argument and Group B can oppose it. You may fix a moderator for the debate. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ക്ലാസ്സിൽ ഒരു ഡിബേറ്റ് സംഘടിപ്പിക്കുക. ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഗ്രൂപ്പ്, 2 ടീംസ് ഉണ്ടാവും. ഇതിൽ ഒരു ടീം ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്ത് പറയും, ഒരു ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്ത് പറയും. മറ്റേ ഗ്രൂപ്പ് അതിനെ ഒപ്പോസ് ചെയ്ത്, അതായത് എതിർത്തും പറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്താ നോക്കൂ. വി കനോട്ട് ലിവ് വിത്തൗട്ട് മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഗ്രൂപ്പ് എ എന്ത് പറയും? അതിനെ സപ്പോർട്ട് ചെയ്യും. അതായത് ഈ പറഞ്ഞത് ശരിയാണ്, മൊബൈൽ ഫോൺസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ മേന്മകൾ ഇങ്ങനെ പറയണം. ഗ്രൂപ്പ് ബി എന്ത് പറയണം? മൊബൈൽ ഫോൺസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും, മൊബൈൽ ഫോൺസ് നമുക്ക് ദോഷമാണെന്ന് പറഞ്ഞ് എ ഗ്രൂപ്പുകാർ പറഞ്ഞതിനെയെല്ലാം എതിർത്ത് വേണം അവർ പറയാൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. എ ഗ്രൂപ്പുകാര് എഗ്രി ചെയ്ത് പറയുന്നു, ബി ഗ്രൂപ്പുകാർ എന്ത് ചെയ്തു? ഡിസഗ്രി ചെയ്തും പറയുന്നു. ഓക്കെ, അപ്പൊ വളരെ നന്നായിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഈ ഡിബേറ്റിൽ ഒരു മോഡറേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. ഈ മോഡറേറ്റർ ആണ് നമ്മുടെ ഡിബേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മോഡറേറ്റർ ആണ് ആദ്യം വന്നിട്ട് എന്തിനെ കുറിച്ചിട്ടാണ് ഡിബേറ്റ്, പിന്നെ ടീംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ടീംസിനെ പരിചയപ്പെടുത്തുക, ടീം ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തുക, പിന്നെ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നൊക്കെ നമ്മുടെ മോഡറേറ്റർ ആണ്. ഇപ്പൊ ക്ലാസ്സിൽ ഒരു കുട്ടിയെ തന്നെ നമ്മൾ മോഡറേറ്റർ ആക്കും. അങ്ങനെ നമ്മൾ ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്ത് 2 ടീമുകളും ഇങ്ങനെ അവരവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം ലാസ്റ്റ് ഈ പറയുന്ന ഡിബേറ്റ് കഴിയുമ്പോൾ മോഡറേറ്റർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചെറിയ മെസ്സേജ് എല്ലാവർക്കും മുന്നിലേക്ക് പ്രസന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിബേറ്റുകൾ ചെയ്യാറ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഈ ഡിബേറ്റിന് വേണ്ടി കുറച്ച് ആർഗ്യുമെന്റ്സ് ഉണ്ടാക്കണം. അതായത് ഡിബേറ്റിൽ സംസാരിക്കാൻ വേണ്ട കുറച്ച് ആർഗ്യുമെന്റ്സ്. Let us list the important points from Group A and Group B. അപ്പോൾ ഗ്രൂപ്പ് എക്കും ഗ്രൂപ്പ് ബിക്കും വേണ്ടി കുറച്ച് പോയിന്റ്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണ്. ഗ്രൂപ്പ് എ എന്താ ചെയ്യുന്നത്? മൊബൈൽ ഫോണിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഗ്രൂപ്പ് ബി മൊബൈൽ ഫോണിനെ എന്താണ്? ഒപ്പോസ് ചെയ്യാണ്, എതിർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പ് എ പറയുന്നത് എന്തായിരിക്കും? മൊബൈലിന്റെ യൂസ് ആയിരിക്കും. ഗ്രൂപ്പ് ബി പറയുന്നത് മൊബൈലിന്റെ ദുരുപയോഗം, മിസ് യൂസ് ആയിരിക്കും പറയുക. ഓക്കെ, അപ്പൊ ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിക്കേ. യൂസ്, ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ, അല്ലെ? കമ്മ്യൂണിക്കേഷൻ വളരെ ഈസിയും ഫാസ്റ്ററും ആക്കിയത് മൊബൈൽ ഫോൺ ആണ്. ഗീവ്സ് ഇൻഫർമേഷൻ ഈസിലി, വിവരങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഹെൽപ്സ് ലേണിംഗ്, നമ്മുടെ പഠനത്തെ സഹായിക്കുന്നുണ്ട്, അല്ലെ? ഗൈഡ്സ് അവർ ട്രിപ്സ്, നമ്മളൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഗൂഗിൾ മാപ്പിന്റെ സഹായം ഒക്കെ തേടാറുണ്ട്. പ്രൊവൈഡ് എന്റർടൈൻമെന്റ്, എന്താണ്? വിനോദത്തിന്, സിനിമ കാണാൻ, പാട്ട് കേൾക്കാൻ എല്ലാത്തിനും അവസരമുണ്ട്. റെഡ്യൂസസ് വർക്ക് ലോഡ്, നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നു. ഇനി നമ്മൾ അബ്യൂസിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് മിസ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, വേസ്റ്റ് ടൈം, നമ്മുടെ കുറേയധികം സമയം മൊബൈൽ ഉപയോഗം മൂലം നഷ്ടപ്പെടുന്നുണ്ട്. റെഡ്യൂസസ് കോൺസെൻട്രേഷൻ, നമ്മുടെ കോൺസെൻട്രേഷൻ, ഏകാഗ്രത കുറയ്ക്കുന്നുണ്ട്. അഫക്ട്സ് സ്ലീപ്പ് ക്വാളിറ്റി, നമ്മുടെ ഉറക്കത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ അമിതമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകുന്നുണ്ട്. റെഡ്യൂസസ് ഐസൈറ്റ്, കാഴ്ചയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. മേക്സ് ലേസി, കുട്ടികളെയൊക്കെ എന്താക്കുന്നുണ്ട്? മടിയന്മാരാക്കുന്നുണ്ട്. അഫക്ട്സ് റിലേഷൻഷിപ്സ്, മൊബൈൽ നോക്കിയിരുന്ന് പരസ്പരം സംസാരിക്കാതെ ആവുന്നുണ്ട് മനുഷ്യർ, അല്ലെ? അപ്പോൾ അങ്ങനെ നമ്മുടെ റിലേഷൻഷിപ്സ്, ബന്ധങ്ങളെയൊക്കെ ഇത് നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 2 ഗ്രൂപ്പുകൾക്കും പറയാനുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്.
ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 6. സാറ ഹാസ് ബോട്ട് എ വാഷിംഗ് മെഷീൻ ഫ്രം എ പോപ്പുലർ ഔട്ട്ലെറ്റ്. ഇപ്പൊ സാറ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഔട്ട്ലെറ്റിൽ നിന്ന്, ഒരു ഷോപ്പിൽ നിന്ന് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. അൺഫോർച്ചുനേറ്റ്ലി, അതായത് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്. അത് എന്ത് ചെയ്തു? വർക്ക് ചെയ്യാതെയായി, അത് കേടായി. ഹിയർ ഇസ് എൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അപ്പോൾ സാറ ഇങ്ങനെ വാങ്ങിച്ച വാഷിംഗ് മെഷീൻ കേടായ സമയത്ത് സാറ കമ്പനിയിലേക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്. എന്ത്? തൻ്റെ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്ത് തരിക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആ ഇമെയിൽ എങ്ങനെയാണ് അയച്ചത് എന്നൊന്ന് നോക്കാം. അപ്പൊ നോക്കൂ, ഒരു ഇമെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ടു കൊടുത്തിട്ടുണ്ട്, കമ്പനിയുടെ ഇമെയിൽ അഡ്രസ് ആണ് എന്നിട്ട് കൊടുത്തിരിക്കുന്നത്. സബ് കൊടുത്തിട്ടുണ്ട്. സബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ് കേട്ടോ. കംപ്ലൈന്റ് റിഗാർഡിംഗ് വാഷിംഗ് മെഷീൻ, വാഷിംഗ് മെഷീനെ സംബന്ധിച്ച കംപ്ലൈന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ ഈ പറയുന്ന ഇമെയിൽ എഴുതുന്നത് അതാണ് നമ്മളവിടെ സബ്ജക്റ്റ് ലൈനിൽ കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ കംപ്ലൈന്റ് ഉള്ള വാഷിംഗ് മെഷീനെ കുറിച്ച് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? സല്യൂട്ടേഷൻ. സർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് സർ ഓർ മാഡം എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇനി നോക്കൂ, ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് എഗോ. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഞാൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. പക്ഷേ അതിപ്പോൾ പ്രവർത്തനരഹിതമാണ്. കൈൻഡ്ലി അറ്റൻഡ് ടു ദി ഇഷ്യൂ അറ്റ് ദി ഏർലിയസ്റ്റ്. ഉടൻ തന്നെ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പ്രശ്നത്തെ അറ്റൻഡ് ചെയ്യുക, ഈ പ്രശ്നത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ്. ആവശ്യമായ രേഖകൾ ഈ മെയിലിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്താണ്? ചേർത്ത് വിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. രേഖകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബില്ലും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കൂ, അതിനുശേഷം സാറ എന്ന് പറഞ്ഞ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് നോക്കാം. റിക്കി kept on complaining to his parents about the robot, but they didn't listen to him. അപ്പോൾ നമ്മളും ഒരു കംപ്ലൈന്റ് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടായിരുന്നു അല്ലെ? റിക്കി തന്റെ റോബോട്ടിനെ കുറിച്ച് റിക്കിക്ക് കുറെ കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നു അല്ലെ? പക്ഷെ റിക്കിയുടെ പേരൻസ് അത് മൈൻഡ് ചെയ്തിരുന്നില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈന്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിംഗ് കമ്പനി ആസ്കിംഗ് ദം ടു റീപ്ലേസ് ദ മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അങ്ങനെ മാതാപിതാക്കൾ തന്റെ ആ ഒരു കംപ്ലൈന്റ് മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ റിക്കി വിചാരിച്ചു, എന്നാൽ ഈ മാനുഫാക്ചറിംഗ് കമ്പനിക്ക്, റോബോട്ടിനെ ഉണ്ടാക്കിയ കമ്പനിയിലേക്ക് ഒരു ഇമെയിൽ അയക്കാം. എന്തിനു വേണ്ടിയാണ്? ഒരു റീപ്ലേസ്മെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട്. അതായത് തങ്ങൾക്ക് കിട്ടിയ റോബോട്ട് മിസ്പ്രോഗ്രാംഡ് ആണ്, അത് തെറ്റായി പ്രോഗ്രാം ചെയ്ത റോബോട്ടാണ്. അതുകൊണ്ട് തങ്ങൾക്കൊരു റീപ്ലേസ്മെന്റ്, വേറൊരു നല്ല റോബോട്ടിനെ ഇതിനെ എടുത്തിട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റിക്കി ഇമെയിൽ അയക്കുന്നത്. അപ്പൊ അത് അവനെ അത് എഴുതാൻ സഹായിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പ് ഹിം പ്രിപ്പയർ ആൻ ഇമെയിൽ. ഒരു ഇമെയിൽ തയ്യാറാക്കാൻ റിക്കിയെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. നമുക്കൊരു ഫോർമാറ്റ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഇമെയിലിന്റെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ വന്നിരിക്കുന്നത്? ഫ്രം, ഒരു ഫ്രം, അത് കഴിഞ്ഞിട്ട് ഒരു കോളം തന്നിട്ടുണ്ട് ഫ്രമിലെ കാര്യങ്ങൾ എഴുതാൻ. അപ്പൊ എന്ത് നമ്മൾ ഇവിടെ എഴുതും? ഫ്രം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ എഴുതേണ്ടത് ആരാണോ ഇമെയിൽ അയക്കുന്നത് അയാളുടെ ഇമെയിൽ അഡ്രസ്സ് അവിടെ എഴുതി കൊടുക്കുക. ടു പറയുന്നിടത്ത് കമ്പനിയുടെ ഇമെയിൽ അഡ്രസ്സ്, ആർക്കാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതുക. പിന്നെ സബ് എന്ന് കൊടുത്ത് എന്താണ്? സബ്ജക്റ്റ്. ഇപ്പൊ സബ്ജക്ട് ലൈനിൽ ഇവിടെ എന്ത് എഴുതാം? റീപ്ലേസ്മെന്റ് ഓഫ് മിസ് പ്രോഗ്രാംഡ് റോബോട്ട് അല്ലെ? നമ്മുടെ വിഷയം അതാണല്ലോ, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ നോക്കിക്കേ, ഫ്രം ricky11@gmail.com to abcrobotics@gmail.com. അതൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ കേട്ടോ. ഇനി നോക്കൂ, സബ്ജക്റ്റ് റീപ്ലേസ്മെന്റ് ഓഫ് മിസ് പ്രോഗ്രാംഡ് റോബോട്ട്. ഇനി നമ്മൾ നോക്കൂ, സർ, സല്യൂട്ടേഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് പറയാം, മൈ ഫാദർ പർച്ചേസ്ഡ് എ ബട്ട്ലർ റോബോട്ട് ഫ്രം യുവർ കമ്പനി ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എൻ്റെ അച്ഛൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഈസ് ഷോയിങ് സം ഫോൾസ് ദീസ് ഡേയ്സ്. പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ റോബോട്ട് എന്താണ്? ചില ഫോൾസ്, തെറ്റുകൾ അല്ലെങ്കിൽ എറേഴ്സ് കാണിക്കുകയാണ്. ഇറ്റ് സ്റ്റീൽസ് അവർ തിങ്സ് ആൻഡ് മേക്സ് ഡെയിലി ലൈഫ് മിസറബിൾ. ഇത് ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, മോഷ്ടിക്കുന്നു, അങ്ങനെ ഞങ്ങളുടെ നിത്യജീവിതത്തെ മിസറബിൾ ആക്കുന്നു, ദുരിതപൂർണമാക്കുന്നു എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. കൈൻഡ്ലി അറ്റൻഡ് ടു ദി ഇഷ്യൂ ആൻഡ് ടേക്ക് ആക്ഷൻ ടു റീപ്ലേസ് ദ റോബോട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രശ്നം വളരെ വേഗം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ റീപ്ലേസ്മെന്റിനുള്ള നടപടികൾ എടുക്കുക എന്നാണ് നമ്മൾ എഴുതിയത്. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെന്റ്സ് ആർ അറ്റാച്ച്ഡ്. ആവശ്യമായ രേഖകൾ ഇതോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നു എന്നുകൂടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കൂ,
യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി റിക്കി. അപ്പം വിശ്വസ്തയോടെ റിക്കി. അപ്പൊ ഈ രീതിയിലാണ് നമ്മളൊരു ഇമെയിൽ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മളൊരു ഇമെയിൽ പ്രിപ്പയർ ചെയ്യാൻ. ഇതിന്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കണം. നമുക്കൊരു ഫ്രം ടു 2 ഇമെയിൽ അഡ്രസ്സസ് കൊടുക്കണം. പിന്നെ സബ്ജക്ട് ലൈൻ ഉണ്ട്, പിന്നെ സർ, പിന്നെ നമ്മളെ വിഷയത്തിലേക്ക് വരുന്നു, പിന്നെ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി നെയിം കൊടുക്കുക. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ പഠിച്ചു വെക്കുക. ഇമെയിൽ എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നോക്കൂ 7th ആക്ടിവിറ്റി. വളരെ സിമ്പിൾ ആണെന്ന് തോന്നുന്നല്ലേ? അതെ, ഇതൊരു ക്രോസ് വേർഡ് പസിലാണ്. ഒരു പദപ്രശ്നമാണ്. നമ്മൾ സാധാരണ മാഗസിൻസിലൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇവിടുത്തെ ക്രോസ് വേർഡ് പസിൽ എങ്ങനെയാ നോക്കൂ. Complete the following crossword puzzle related to household chores following the directions given. അപ്പോൾ ഹൗസ് ചോർസ്, അതായത് വീട്ടു ജോലികളെ സംബന്ധിച്ച ഒരു പസിലാണ് ഇവിടെ കൊടുത്തത്, ക്രോസ് വേർഡ് പസിൽ. അതിവിടെ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കാം. എക്രോസ് എന്ന് പറഞ്ഞാൽ കുറുകെ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തേക്കുള്ളത്. ഒന്ന്, ക്ലീൻ വിത്ത് വാട്ടർ ഉപയോഗിച്ച് കഴുകുന്നതിന് നമ്മൾ എന്താ പറയാ? വാഷ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ വാഷ് എന്ന് എഴുതി. തേർഡ്, ഫ്രീ ഫ്രം ഡേർട്ട്. പൊടിയൊക്കെ മാറ്റുന്നതിന് എന്താ പറയാ? അതിന് നമ്മൾ പറയുന്ന പേരെന്താ? ക്ലീൻ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഫോർത്ത് വൺ, തിങ് യൂസ് ഫോർ വൈപ്പിംഗ് ഫ്ലോർസ് ക്ലീൻ. തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വസ്തുവിന് പറയുന്ന പേര് മോപ്പ് അല്ലേ? നമ്മൾ കുറെ മോപ്പിന്റെ പരസ്യമൊക്കെ സാധാരണ കേൾക്കാറുള്ളതാണ് എപ്പോഴും. ഇനി ഡൗൺ. സെക്കൻഡ്, ക്ലീനിങ് വിത്ത് എ ബ്രൂം. ഒരു ചൂൽ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതിന് എന്താ പറയുക? സ്വീപ്പ്. ഓക്കെ, അതവിടെ കൊടുക്കുക. ദെൻ തേർഡ് വൺ, കട്ട് സംതിങ് ഇൻ ടു പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലോസ്. നമ്മൾ അടുക്കളയിലൊക്കെ പച്ചക്കറി ഒക്കെ അരിയില്ലേ, അങ്ങനെ ചെയ്യുന്നതിനൊക്കെ പറയുന്ന പേരാണ് ചോപ്പ്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ചോപ്പ്. ഓക്കെ, ആക്ടിവിറ്റി 8. Ricky's mother wanted him to do various household chores. റിക്കിയുടെ അമ്മ റിക്കിയോട് പല വീട്ടുജോലികളും ചെയ്യാൻ ആവശ്യപ്പെടുമായിരുന്നു. Here is what she keeps telling him. അപ്പൊ നമ്മൾ കഥയിൽ കണ്ടതാണ് റിക്കിനോട് കുറെ കാര്യങ്ങൾ അമ്മ ഇങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. പുസ്തകങ്ങള്, സ്കൂൾ ബാഗ് ഒക്കെ സ്റ്റഡി റൂമിൽ വെക്കുക. പിന്നെ തുണികളെല്ലാം വാഷിംഗ് മെഷീനിലേക്ക് ഇടൂ. വാഷ് യുവർ ടിഫിൻ ബോക്സ് കഴുകി വൃത്തിയാക്കൂ. അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് അല്ലെ? വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്ത് വെക്കൂ. ഇതൊക്കെ അമ്മ റിക്കിയോട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിൽ പലരോടും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വീടുകളിൽ നിന്ന് പറയാറുണ്ടാവും അല്ലെ? സോ റൈറ്റ് എ ഫ്യൂ ഓഫ് ദം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വീടുകളിൽ നമ്മളോട് ചെയ്യാൻ പറയാറുള്ള ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു ജോലികളെ കുറിച്ച് എങ്ങനെയാണ് അവർ പറയാറുള്ളതെന്ന്, പേരൻസ് പറയുന്നതെന്ന് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. കീപ് യുവർ റൂം നീറ്റ് ആൻഡ് ടൈഡി. എന്താണ്? നിന്റെ മുറി നീറ്റായിട്ടും ടൈഡി ആയിട്ടും ചിട്ടയായിട്ടും അടുക്കും ചുറ്റുവട്ടം വെക്കുക. കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്സ് ഓൺ ടൈം. സമയത്ത് തന്നെ നിന്റെ ഹോംവർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഫോൾഡ് യുവർ ക്ലോത്ത്സ് ആൻഡ് പുട്ട് ദം ഇൻ ദ കബേർഡ്. അപ്പോൾ തുണികളെല്ലാം മടക്കി അത് കൃത്യമായിട്ട് കബേർഡിൽ വെക്കുക. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഹാവിങ് ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക. അതൊരു ജോലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമ്മളോട് വീടുകളിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണല്ലോ. വാട്ടർ ദ പ്ലാന്റ്സ് ഇൻ ദ ഗാർഡൻ. എന്താണ്? പൂന്തോട്ടത്തിലെ ചെടികൾ നനയ്ക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് വീടുകളിൽ നിന്ന് പറയുന്ന. വേറെ കാര്യങ്ങളുണ്ടാവും, അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ക്വസ്റ്റിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കാം. ഹൗ വിൽ യു ആസ്ക് യുവർ പേരൻസ് ടു ഡു സംതിങ് ഫോർ യു? അപ്പോൾ പേരൻസ് നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ മുന്നേ എഴുതുന്നത് അല്ലെ? ഇനി പേരൻസിനോട് നമ്മൾ എന്തെങ്കിലും കാര്യം എങ്ങനെയാണ് ആവശ്യപ്പെടുക? ചെയ്തു തരുമോ എന്ന് ചോദിക്കുക. അതാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ ബൈ ഗിവിംഗ് സം എക്സാമ്പിൾസ്. വൺ ഈസ് ഡൺ ഫോർ യു. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പേരൻസിനോട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ഒക്കെ എങ്ങനെയാണ് ആവശ്യപ്പെടുക എന്നതിന്റെ ഒരു എക്സാമ്പിൾ. ബാക്കി നമുക്ക് ഫിൽ ചെയ്യാം. മദർ, പ്ലീസ് ഹെൽപ്പ് മീ പാക്ക് മൈ ലഞ്ച്. അമ്മേ, എന്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഒന്ന് ദയവായിട്ട് സഹായിക്കാമോ? നമുക്ക് കുറച്ചെണ്ണം കൂടി എഴുതാം. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദ ഹോംവർക്ക്. ഈ ഹോംവർക്ക് ചെയ്യാൻ എന്നെ സഹായിക്കാമോ? വിൽ യു പ്ലീസ് സെൻഡ് മീ ടു ദി പാർക്ക്. ഈ പാർക്കിൽ എന്നെ ഒന്ന് കൊണ്ടേ വിടാമോ? പ്ലീസ് ഹെൽപ്പ് മീ ഫിനിഷ് ദിസ് വർക്ക്. ഈ വർക്ക് ഫിനിഷ് ചെയ്യാൻ എന്നെ സഹായിക്കൂ. ക്യാൻ യു ലെൻഡ് മീ എ ഹാൻഡ് ഡ്രോയിങ് ദിസ് പിക്ചർ. ഈ ചിത്രം വരയ്ക്കാൻ എനിക്കൊരു കൈ സഹായം തരുമോ? ഓക്കെ, ലെൻഡ് മീ എ ഹാൻഡ് എന്ന് പറഞ്ഞാൽ സഹായിക്കുമോ? ഓക്കെ, അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ മാതാപിതാക്കളോട്, പേരൻസിനോട് ചോദിക്കാറുള്ളത്, എൽഡേഴ്സിനോട്, മുതിർന്നവരോടൊക്കെ ചോദിക്കാറുള്ളത് അല്ലെ? അപ്പൊ അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്. ഇനി നോക്കൂ
Activity 9. Look at the following paragraph from the story. Off he went running to his parents. Father, this butler robot is faulty. He has filched my things. I think they programmed him badly. Let us send him off. അപ്പൊ നമ്മുടെ പാഠത്തിൽ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത് അല്ലെ. അച്ഛൻ്റെ അടുത്ത് റിക്കി വന്ന് കംപ്ലൈന്റ് പറയുകയാണ്, റോബോട്ടിന് ഫോൾട്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ തിരിച്ചയക്കണം എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മളോട് ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതെന്ന്. നോട്ട് ദ സെന്റൻസ് ഗിവൺ ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ കൊടുത്തിട്ടില്ല, അതായത് ചെരിച്ചെഴുതിയിരിക്കുന്ന സെന്റൻസ് ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണത്? ഹി ഹാസ് ഫിൽച്ഡ് മൈ തിങ്സ്. അവൻ എൻ്റെ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന ആ ഒരു സെന്റൻസ് ആണ് നമ്മളോട് നോക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. റോബോട്ട് തന്റെ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് റിക്കി പറഞ്ഞ ആ കാര്യം. ഇനി ഇവിടെ നോക്കൂ. സെന്റൻസസ് ലൈക്ക് ദി എബവ് റെഫർ ടു ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് ഹാവിംഗ് ഇറ്റ്സ് റെലവൻസ് ഇൻ ദ പ്രസന്റ്. അപ്പൊ ഈ രീതിയിലുള്ള സെന്റൻസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? മുൻപ് സംഭവിച്ച ഒരു കാര്യം അതിപ്പോഴും പ്രാധാന്യമുള്ള ഒരു കാര്യമാണെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ ഉപയോഗിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഇപ്പോഴല്ല നടന്നത്, പാസ്റ്റിൽ നടന്ന കാര്യമാണ്. കാര്യം നടന്നത് കുറച്ച് മുൻപാണ്, പണ്ടെപ്പോഴോ അല്ലെങ്കിൽ മുൻപെപ്പോഴോ നടന്നൊരു കാര്യമാണ്. പക്ഷെ ആ കാര്യത്തിന് ഇപ്പോഴും പ്രാധാന്യമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ രീതിയിലുള്ള സെന്റൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റോബോട്ട് സാധനങ്ങൾ എന്താണ് മോഷ്ടിച്ചു, അതിനിപ്പോഴും പ്രാധാന്യമില്ലേ, അതിപ്പോഴും അവനെ അലട്ടുന്നില്ലേ അല്ലെ. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മളിവിടെ ഈ രീതിയിലുള്ള സെന്റൻസുകളൊക്കെ ഉപയോഗിക്കുക. ഇവിടെ നോക്കൂ, ഇത്തരം സെന്റൻസുകൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസുകളാണ്. അതായത് നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ, ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിക്കുമ്പോൾ ടെൻസ് പഠിക്കുമല്ലോ, അപ്പൊ അതിൽ വരുന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. അതായത് മുൻപ് നടന്ന ഒരു സംഭവം അത് ഇപ്പോഴും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണെങ്കിൽ നമ്മൾ അതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് അവതരിപ്പിക്കുക. ഇവിടെ നമ്മൾ കണ്ടു ഹി ഹാസ് ഫിൽച്ഡ് മൈ തിങ്സ് എന്നാണ് കണ്ടത് അല്ലെ. അവിടെ നമ്മൾ പരിചയപ്പെട്ട ഒരു വേർഡ് ഉണ്ടല്ലോ, ഹാസ്. അതുപോലെ തന്നെ മറ്റൊരു വേർഡാണ് ഹാവ്. ഓക്കെ, അപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ എന്ന് പറയുന്നത് നൗൺ, ഇവിടുത്തെ നൗൺ ഏതാ? ഹി ആണ് ഉപയോഗിച്ചത്. അതൊരു സിംഗുലർ ആയതുകൊണ്ട്, ഒരാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഹാസ് ഉപയോഗിച്ചത്. അത് പ്ലൂറൽ നൗൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഐയോ യുവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഹാവ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഒരു ഫോർമുലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണ്. അത് ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൂടി ടീച്ചർ കാണിക്കാം. ഹാവ് യു ഡൺ യുവർ ഹോംവർക്ക്? അപ്പോൾ നീ നിന്റെ ഹോംവർക്ക് ചെയ്തോ എന്ന് ടീച്ചർ ചോദിക്കുന്നു. സ്റ്റുഡന്റ് പറയുന്നു യെസ് ടീച്ചർ, ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ആ ആൻസർ ഒന്ന് നോക്കൂ, ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ആ ഒരു ആൻസറിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇപ്പോഴാണോ ചെയ്തത്? അല്ല, മുന്നേ ചെയ്തതാണ്. ചിലപ്പോൾ തലേ ദിവസം ചെയ്തു വന്നതായിരിക്കും. പക്ഷെ ഇപ്പോഴും ആ ഹോംവർക്ക് ചെയ്തു എന്ന കാര്യത്തിന് പ്രാധാന്യമില്ലേ, പ്രസക്തി ഇല്ലേ? ഉണ്ട്. അപ്പൊ ടീച്ചർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക് എന്ന് പറയുമ്പോൾ മുൻപേ നടന്ന കാര്യമാണ്, അതിനിപ്പോഴും പ്രാധാന്യമുണ്ട്. ഇനി നോക്കൂ, ഷീ ഹാസ് ഈറ്റൻ ഓൾ ദ ചോക്ലേറ്റ്സ്. അവൾ എല്ലാ ചോക്ലേറ്റ്സും കഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊരു പക്ഷെ ഇപ്പോൾ ചോക്ലേറ്റ്സ് തപ്പുന്ന സമയത്തായിരിക്കും നമ്മൾ അറിയുന്നത് ചോക്ലേറ്റ്സ് ഒന്നും ഇല്ലാന്ന്. അപ്പൊ നമ്മൾ ആലോചിച്ചു അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഷീ ഹാസ് ഈറ്റൻ ഓൾ ദ ചോക്ലേറ്റ്സ് എന്ന് നമ്മൾ അറിയുന്നു. സംഭവം നടന്നത് മുൻപാണ്, പക്ഷെ അതിന് ഇപ്പോഴും പ്രാധാന്യമില്ലേ? ഇല്ലേ? അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. വെർബിന്റെ V1, V2, V3 ഫോംസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി വലിയ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഈ V3 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ഹാസോ ഹാവോ വരുമ്പോൾ ഉപയോഗിക്കേണ്ട ഫോം എന്ന് പറയുന്നത്. ഹാസോ ഹാവിന് ഒരു പേര് പറയും, ഓക്സിലറി വെർബ് എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, സപ്പോർട്ടിംഗ് വെർബ് എന്നും കൂടെ നമുക്കതിനെ പറയാം. അതായത് ഒരു സെന്റൻസിലെ മെയിൻ വെർബുകളുണ്ട്. അതായത് നമ്മുടെ ഡാൻസ്, സിംഗ്, റീഡ്, റൈറ്റ്, അതൊക്കെ എന്താണ്? മെയിൻ വെർബുകളാണ്. പക്ഷേ ഹാസ്, ഹാവ് ഇതൊക്കെ എന്താണ്? സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വെർബുകളാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എന്താണ് പറഞ്ഞത്? ഹി ഹാസ് ഫിൽച്ഡ് മൈ തിങ്സ്. ആ സെന്റൻസിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഞാൻ ടെൻസുകളെ കുറിച്ചിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചും ഓരോ ടെൻസുകളെ കുറിച്ചിട്ട് ചെയ്യാം, ഓക്സിലറി വെർബിനെ കുറിച്ചൊക്കെ. അങ്ങനെ ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ.
ഓക്കെ, നമുക്ക് മുന്നോട്ടും ആവശ്യമുള്ള അറിവുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ആക്ടിവിറ്റിയിൽ എന്താ പറഞ്ഞു നോക്കാം. ട്രൈ ടു ഫൈൻഡ് സെന്റൻസസ് ഓഫ് എ സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ, റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹി ഹാസ് ഫിനിഷ്ഡ് മൈ തിങ്സ് എന്ന രീതിയിൽ, അതായത് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെന്റൻസുകളെ നമ്മൾ ഈ താഴെ കൊടുത്ത പാസേജിൽ നിന്നും പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. 30 വർഷങ്ങളായി ഞാൻ ഇവിടെ താമസിക്കുകയാണ്. ഐ ഹാവ് ഓൾവേസ് ലുക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് as മൈ ഹോം. ഞാൻ എപ്പോഴും ഈ സ്ഥലത്തെ എൻ്റെ വീടായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. മൈ ചിൽഡ്രൻ അഡ്വൈസ്ഡ് മീ അഗൈൻസ്റ്റ് ലിവിംഗ് ഹിയർ ഇൻ മൈ ഓൾഡ് ഏജ്. എൻ്റെ വാർദ്ധക്യത്തിൽ ഇവിടെ താമസിക്കുന്നതിന് എൻ്റെ കുട്ടികൾ എതിർക്കുകയാണ്. ദർ ആർ നോ ഗുഡ് ഹോസ്പിറ്റൽസ് ഹിയർ. ഇവിടെ നല്ല ഹോസ്പിറ്റലുകൾ ഒന്നുമില്ല. But the government has promised the residents here a new multi-speciality hospital which is expected to come up soon. പക്ഷേ ഗവൺമെന്റ് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ വരുമെന്ന്, ഉടൻ തന്നെ വരുമെന്ന് ഇവിടുത്തെ നിവാസികളോട്, റെസിഡൻസിനോട്, ഇവിടെ താമസിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് റിയലൈസ് ദാറ്റ് യു കനോട്ട് എക്സ്പെക്ട് ടു ഹാവ് എവറിത്തിങ് യു ലൈക്ക് ടു ഹാവ്. നമുക്ക് വേണമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഐ തിങ്ക് യു ടു ഹാവ് റിയലൈസ്ഡ് ഇറ്റ്. എനിക്ക് തോന്നുന്നു നിനക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന്. അപ്പം ഇങ്ങനെ ഒരു ഓൾഡ് ഏജിനോട് അടുക്കുന്ന, വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുടെ ചില തോട്ട്സ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ചില സെന്റൻസുകളെ ഇതിൽ നിന്നും എടുത്ത് എഴുതണം. ഓക്കെ, അപ്പൊ നോക്കുക. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 30 years. അതൊരു പ്രസന്റ് പെർഫെക്റ്റിൽ കിടക്കുന്ന സെന്റൻസ് ആണല്ലോ, അല്ലേ? വേറെയോ, ഐ ഹാവ് ഓൾവേസ് ലുക്ഡ് അപ്പോൺ ദിസ് പ്ലേസ് as മൈ ഹോം. നോക്കുക, അവിടെയും ഹാവ് കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ബാക്കി സെന്റൻസ് കൂടി എടുത്തെഴുതാം. But the government has promised the residents here a new multi-speciality hospital which is expected to come up soon. I have realized that you cannot expect to have everything you like to have. I think you too have realized it. Okay, ഇതാണ് നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് എഴുതിയത്. ഈ ടെൻസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി നോക്കുക ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. യു മൈറ്റ് ഹാവ് പ്രിപ്പയർഡ് സം പോസ്റ്റേഴ്സ് വൈൽ ഒബ്സർവിംഗ് എൻവയോൺമെന്റ് ഡേ. അല്ലെ, എൻവയോൺമെന്റ് ഡേ നമ്മുടെ എല്ലാ സ്കൂളുകളിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ആചരിച്ചിട്ടുണ്ട്. എന്നായിരുന്നു? June 5th. അപ്പൊ ഈ പോസ്റ്റേഴ്സ് ഒന്ന് നോക്കുക. ഒന്ന് പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ടുള്ളതാണ്, ഒന്ന് ട്രീസിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഇത് കാണുന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അനലൈസ് ദ പോസ്റ്റേഴ്സ് ഫോർ ദ ഫോളോയിങ്. അപ്പൊ ഈ പോസ്റ്റേഴ്സ് അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വിശദമായിട്ടൊന്ന് പഠിക്കാനാണ് നമ്മളോട് പറയുന്നത്. അതിന്റെ കോണ്ടന്റ് എന്താണ്, അതിന്റെ ഉള്ളടക്കം, അതിലെ പിക്ചർ, ഗ്രാഫിക്സ്, അതിൽ എന്തൊക്കെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ ലേഔട്ട് എങ്ങനെയാണ്, അതിൽ എഴുതിയിരിക്കുന്ന മെസ്സേജ്, സന്ദേശം എന്താണ്, ഇതൊക്കെ ഒന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഫങ്ഷൻസ് ഡു ദേ സെർവ്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ചിത്രങ്ങളും വ്യത്യസ്തമായ മെസ്സേജുകളും കാര്യങ്ങളും ലേഔട്ടും ഒക്കെ ഭംഗിയായിട്ടൊക്കെ കൊണ്ടുവന്ന് ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, പർപ്പസ് ആണ് അത് സെർവ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ടു എഡ്യൂക്കേറ്റ്, അല്ലെ, നമുക്കൊരു അറിവ് പകർന്നു തരുന്നുണ്ട് പോസ്റ്റേഴ്സ്, അല്ലെ. പരിസ്ഥിതി ദിനത്തിനൊക്കെ നമ്മൾ വെക്കുന്ന പോസ്റ്റേഴ്സ് എന്താണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്കൊരു അറിവ് തരുന്നുണ്ട്. ഇനി വേറെ എന്താണ്? ടു ഗെറ്റ് അറ്റൻഷൻ, അല്ലെ, നമ്മുടെ ശ്രദ്ധ അത് പിടിച്ചു പറ്റുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അതിൽ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെയോ ടു എൻകറേജ് ആക്ഷൻ. എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തോന്നൽ വരും, അല്ലെ, എനിക്കും എന്തൊക്കെയോ ചെയ്യണം പരിസ്ഥിതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോ പൊല്യൂഷൻ ഒഴിവാക്കാൻ എനിക്ക് എന്തൊക്കെയോ ചെയ്യണം, അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലേക്ക് ചിന്തകൾ കൊണ്ടുവരാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പിക്ചറും ലേഔട്ടും എല്ലാം വെച്ചിട്ടൊരു പോസ്റ്ററിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഇനി നോക്കൂ. കളക്ട് സം പോസ്റ്റേഴ്സ് ആൻഡ് ഒബ്സർവ് ദം കെയർഫുള്ളി. നിങ്ങളോട് കുറച്ചധികം പോസ്റ്റേഴ്സ് കളക്ട് ചെയ്ത് അത് വിശദമായിട്ട് പഠിക്കാനാണ് പറയുന്നത്. ഡു യു തിങ്ക് പോസ്റ്റേഴ്സ് ലൈക്ക് ദീസ് ഹാവ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ലാംഗ്വേജ്? ഗീവ് സം എക്സാമ്പിൾസ്. ഇനി പോസ്റ്റേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എങ്ങനെയുള്ളതാണെന്ന് നോക്കാനാണ് പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജിന്റെ സ്റ്റൈലാണ് കേട്ടോ. എങ്ങനത്തെ എഴുത്താണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, എഴുത്തിന്റെ ശൈലിയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ചില സ്ലോഗൻസ് അല്ലെങ്കിൽ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ള മെസ്സേജസ് ഒന്ന് നോക്കൂ. സേവ് വാട്ടർ, സേവ് എർത്ത്, ഇതൊക്കെ പലപ്പോഴും കാണാറുണ്ട്, അല്ലെ. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ. പിന്നെ നമ്മൾ കൊറോണ കാലത്ത് പരിചയപ്പെട്ട ബ്രേക്ക് ദ ചെയിൻ, ക്വാളിറ്റി ലിവിങ് ഇസ് എവ്രി വൺസ് ബർത്ത് റൈറ്റ്. ഇതൊക്കെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു
എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നമ്മൾ എഴുതുമ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിലെ സെന്റൻസ് ഒക്കെ എങ്ങനെയാണ് ഷോർട്ട് സെന്റൻസ് ആണ് അല്ലേ, അതിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഫീച്ചേഴ്സിൽ പ്രത്യേകതകളിൽ നിങ്ങൾക്ക് ഒരെണ്ണം എഴുതാം, എന്താണ് ഷോർട്ട് സെന്റൻസുകളാണ്. ദെൻ ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ അത് കുറച്ച് വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഇങ്ങനെ കുറേയധികം സെന്റൻസ് എസ്സേ പോലെ എഴുതുമോ നമ്മൾ? ഇല്ല. ഇപ്പൊ പൊല്യൂഷനെ കുറിച്ച് നമുക്കൊരു എസ്സേ എഴുതാം, പക്ഷെ ഒരു എസ്സേ നമ്മൾ എടുത്തിട്ട് ഒരു പോസ്റ്ററിൽ വെക്കുമോ? ഇല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, മിനിമം കാര്യങ്ങളെ എഴുതുള്ളൂ, ടു ദ പോയിന്റ് ഉള്ള കാര്യങ്ങളെ എഴുതുള്ളൂ. പിന്നെയോ ക്യാച്ചിങ് അവർ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള വേർഡ്സും കാര്യങ്ങളും ആയിരിക്കും നമ്മൾ എവിടെ ഉപയോഗിക്കുക? ഒരു പോസ്റ്ററിൽ ഉപയോഗിക്കുക. ഇപ്പൊ നോക്കിക്കേ, ക്വാളിറ്റി ലിവിങ് ഈസ് എവ്രി വൺസ് ബർത്ത് റൈറ്റ്. അപ്പൊ ബർത്ത് റൈറ്റ് എന്ന് പറയുമ്പോൾ ജന്മാവകാശം, ജനിച്ച എല്ലാവരുടെയും അവകാശമാണെന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അത് നമ്മളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നുണ്ട് അല്ലെ. ഇനി നോക്കൂ, ഓഫൻ റൈമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിലൊരു താളം ഉള്ള പോലെ നമുക്ക് തോന്നി. ഇപ്പോൾ സേവ് വാട്ടർ, സേവ് എർത്ത് എന്ന് പറയുമ്പോൾ ആ സൗണ്ട് ഒക്കെ എന്താണ്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലൊരു ഭംഗി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ആ ഒരു പോസ്റ്ററിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പൊ ആ ഒരു രീതിയിലുള്ള ലാംഗ്വേജും സ്റ്റൈലും ഒക്കെയാണ് പോസ്റ്ററിൽ ഉണ്ടാവുക. വേറെയും ഒട്ടനവധി സവിശേഷതകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് കുറെ അധികം പോസ്റ്റേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കുക, പ്രിപ്പയർ സം സ്ലോഗൻസ് ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പൊ നമ്മൾ കുറെ അധികം മൊബൈൽ ഫോണിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിവൈസസ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്സ്, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ്, ഇതൊക്കെ എന്താണ്, ഗാഡ്ജറ്റ്സിൽ വരും. അപ്പം ഈ ഗാഡ്ജറ്റ്സിന്റെ അഡ്വാൻറ്റേജസും, അതായത് ഉപയോഗവും അല്ലെങ്കിൽ അതിന്റെ മെച്ചങ്ങളും ദുരുപയോഗവും എല്ലാം നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേ, കുറച്ച് സ്ലോഗൻസ് ഉണ്ടാക്കണം. എന്തിനെ സംബന്ധിച്ചിട്ടാണ്? ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ മിസ്യൂസ്, ദുരുപയോഗത്തെ സംബന്ധിച്ച് കുറച്ച് സ്ലോഗൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒത്തിരി സ്ലോഗൻസ് ഉണ്ടാക്കി പഠിച്ചവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ഡോണ്ട് ലെറ്റ് ഗാഡ്ജറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. അതായത് നമ്മൾ പുറത്തിറങ്ങിയുള്ള കളികളൊക്കെ എന്താണ്, അതിനെ പകരക്കാരനായിട്ട് ഒരിക്കലും ഗാഡ്ജറ്റ്സിനെ വെക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. അത് നമ്മൾ പുറത്തിറങ്ങി കളിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രാക്ടീസ് ഡിജിറ്റൽ മിനിമലിസം, അതായത് ഡിജിറ്റൽ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ മിനിമം സമയം മാത്രം ഉപയോഗിക്കുക എന്നാണ്. ഡോണ്ട് അലോ ഗാഡ്ജറ്റ്സ് ടു കൺട്രോൾ യു. ഗാഡ്ജറ്റ്സ്, ഡിവൈസസ്, അപ്പൊ സ്മാർട്ട് ഫോൺസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. ബ്രേക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അടിമത്തം. അപ്പം സ്മാർട്ട് ഫോൺ അഡിക്ഷൻ ഒക്കെ എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, പൊട്ടിക്കുക. ഡോണ്ട് ബി എ സ്ലേവ് ടു ടെക്നോളജിയുടെ ഒരു സ്ലേവ് ആകാതെ, അടിമയാകാതെ ഇരിക്കുക. ബിവെയർ ഓഫ് ഓൺലൈൻ ട്രാപ്സ്, ഓൺലൈൻ ചതിക്കുഴികൾ അല്ലെ, ഒത്തിരി ചതിക്കുഴികളുണ്ട് ഓൺലൈനിൽ. അപ്പോൾ ഓൺലൈൻ ചതിക്കുഴികളെ കുറിച്ച് ബിവെയർ ആവുക, ബോധവാന്മാരാവുക. ഓക്കെ, ഇതൊക്കെ നല്ല നല്ല സ്ലോഗൻസ് ആണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിന്റെ മോഡലിൽ വേറെയും സ്ലോഗൻസ് ഒക്കെ എഴുതാം. ഇനി നോക്കൂ, ആസ് ഇൻ റിക്കീസ് ഹോം വി യൂസ് എ നമ്പർ ഓഫ് ഗാഡ്ജറ്റ്സ് ടു മേക്ക് അവർ വർക്ക് ഈസിയർ. അപ്പം റിക്കിയുടെ വീട്ടിലെ പോലെ തന്നെ നമ്മുടെ വീട്ടിലും കുറേയധികം ഗാഡ്ജറ്റ്സ് ഉണ്ടാവും, ഡിവൈസ് ഉണ്ടാവും അല്ലെ, നമ്മുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി, വർക്കൊക്കെ കുറെ കൂടെ ഈസി ആക്കാൻ. ദി എഡ്യൂക്കേറ്റ് ആൻഡ് എന്റർടൈൻ അസ് ടു. നമുക്കത് എന്തൊക്കെ തരുന്നുണ്ട്, എഡ്യൂക്കേഷൻ തരുന്നുണ്ട്, അറിവ് തരുന്നുണ്ട്, എന്റർടൈൻ ചെയ്യുന്നുണ്ട്, വിനോദം തരുന്നുണ്ട്. ബട്ട് ഓഫൻ ദേ ആർ മിസ്യൂസ്ഡ്. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്, ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് അല്ലെ. ഡിസൈൻ എ പോസ്റ്റർ ഓൺ ദ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ, ഈ ഡിവൈസുകളുടെ മിസ്യൂസ്, ദുരുപയോഗത്തെ കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, ഒരു പോസ്റ്ററിന് എന്തൊക്കെ വേണം, ഒരു ഔട്ട്ലൈൻ കൊടുക്കുക, എന്നിട്ടോ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് വേണം അല്ലെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വേണം. അപ്പൊ ഇവിടെ ഇവർ ഓൾറെഡി ഒരു ഔട്ട്ലൈനും നമുക്ക് കുറച്ച് പിക്ചേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ടീച്ചർ ഇവിടെ ആ ഒരു വേണ്ട ഒരു മെസ്സേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഭാവനയിലുള്ള ആ പിക്ചേഴ്സ് ഒക്കെ വരച്ച് തന്നെ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗാഡ്ജറ്റ്സ് ഡോണ്ട് ഡിഫൈൻ യു, യുവർ ആക്ഷൻസ് ഡു എന്ന മെസ്സേജ് ആണ്. അതായത് ഗാഡ്ജറ്റ്സ്, ഡിവൈസുകളല്ല, സ്മാർട്ട് ഫോണോ ലാപ്ടോപ്പോ ഒന്നുമല്ല നിങ്ങളെ നിശ്ചയിക്കുന്നത്, അല്ലെങ്കിൽ അതൊന്നുമല്ല നിങ്ങളുടെ
എന്താണ് വിളിച്ചു പറയുന്നത്, പിന്നെ എന്താണ് നിങ്ങളുടെ പ്രവർത്തികളാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം, വളരെ ആകർഷകമായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പറ്റുമെങ്കിൽ കുറെ പേരുടെ ഇത് കളക്ട് ചെയ്തിട്ട് ഒരു എക്സിബിഷൻ ഒക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് വരുന്നത്. കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, അതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഗ്രാമർ വരുന്നുണ്ട്. അപ്പോൾ ഗ്രാമറുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഗ്രാമർ ക്ലാസ് വേണമെങ്കിൽ അത് പറയുക, നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.